പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഒക്ടോബർ 22 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം സഭയിൽ ചെയ്ത പ്രവാചക ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവാചക ദൗത്യം അടങ്ങിയിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആഗോള സഭയിൽ കുറേ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായപ്പോൾ ആ പരിവർത്തനങ്ങൾ പുരോഗമനത്തിൻ്റെയും അത്യുത്ഥാധുനികതയുടെയും കാലോചിതമായ മാറ്റത്തിൻ്റെയും പേരിൽ വന്നുപോയിട്ടുള്ള ചില പാളിച്ചകളുണ്ട്. അതിനെ തിരുത്തുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതിൽ പ്രത്യേകമായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ഞാൻ പ്രത്യേകമായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളത് അപ്രധാനങ്ങളായിട്ടല്ല. എല്ലാറ്റിനും സമയമില്ല, ഒന്നാമത്തെ കാര്യം. അതിനേക്കാൾ കൂടുതലായി എല്ലാ ദൈവശാസ്ത്ര വീക്ഷണങ്ങളുടെയും ആഘോഷവും അനുസ്മരണവുമായി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിലാണ് തെറ്റായ ചിന്താഗതികളൊക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ തിരുത്തുമ്പോൾ മറ്റെല്ലാം തിരുത്തപ്പെടുകയാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചാക്രിലേഖനമായ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പഠനമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവമഹത്വത്തിനായി സ്വീകരിക്കുവാൻ ഒരുപക്ഷെ ഏറ്റവും നല്ല എളുപ്പവഴി ഈ ചാക്രിലേഖനം മനസ്സിരുത്തി ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് വ്യക്തിപരമായും സഭാതലത്തിലും തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആമുഖത്തിൽ പറയുന്ന 10ാമത്തെ നമ്പറാണ്. അതിലൂടെ സഭയിൽ ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ള കുറവുകളെ എടുത്തു പറയുകയാണ്. ഓർക്കണം, ഇത് 2004 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. പഴയ കാര്യങ്ങളല്ല, ഇന്നത്തെ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടെ പറയുക? ആദ്യം പറയും, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഉപേക്ഷിക്കപ്പെട്ടു. ഇത് വ്യക്തിപരമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടിയാണ്. അദ്ദേഹം ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. രണ്ടാമതായിട്ട് പറയും, ദുരുപയോഗങ്ങൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റായ രീതിയിൽ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർക്കുക, ഇത് ആഗോള സഭയെക്കുറിച്ചാണ്, സിറോ മലബാർ സഭയെക്കുറിച്ച് മാത്രമല്ല. സിറോ മലബാർ സഭയെക്കുറിച്ചല്ല, ആഗോള സഭയെ കൂടിയാണ് എന്ന സത്യം കൂടി നമ്മൾ മറക്കരുത്. തുടർന്ന് പറയും, ചുരുക്കുന്ന പ്രവണത ആരാധനാക്രമത്തിൽ വന്നുകൂടി. അത് ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് പരിശുദ്ധ കുർബാന വിരുന്ന് മാത്രമാണ് എന്നുള്ള ചിന്താഗതിയിലാണ്. അങ്ങനെ ഈശോ നമുക്ക് ദാനമായി തന്ന ബലി പുരോഹിതൻ്റെ കൈകളിലൂടെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ആശയം നഷ്ടപ്പെട്ടു പോയി. ജനാഭിമുഖ ബലിയർപ്പണത്തിലൂടെ പരിശുദ്ധ കുർബാന വെറും ഒരു പ്രഘോഷണം മാത്രമായി. അങ്ങനെ ചെയ്യാനുള്ള കാരണം എക്യുമെനിസത്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയാകുന്ന വിസ്മയം പുനരുജ്വലിപ്പിക്കുക, അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ആമുഖത്തിൽ 10ാമത്തെ നമ്പറിൽ പറയുന്നത്. നമുക്ക് അത് ഒന്ന് ശ്രവിക്കാം. ചില സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന പാട് ഉപേക്ഷിക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലുമുണ്ടായ അപഭ്രംശങ്ങൾ മൂലം വിസ്മയകരമായ ഈ കൂദാശയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ക്രൈസ്തവ വിശ്വാസത്തിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാന രഹസ്യത്തെ വളരെ ലഘൂകരിക്കുന്ന ആശയങ്ങളും കാണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയുടെ ബലി സ്വഭാവം ഉപേക്ഷിച്ച് കേവലം ഒരു സൗഹൃദ വിരുന്നായി ആഘോഷിക്കപ്പെടുന്നു. അപ്പസ്തോലിക പിന്തുടർച്ചാക്രമത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിക്കപ്പെടുകയും പരിശുദ്ധ കുർബാന കൂദാശ സ്വഭാവത്തെ കാര്യക്ഷമമായ പ്രഘോഷണ രൂപം എന്ന നിലയിലേക്ക് ലഘൂകരിക്കുകയും ചെയ്യുന്നു. എക്യുമെനിക്കൽ യത്നങ്ങൾ എന്ന പേരിൽ അവിടെയും ഇവിടെയും ഉയർന്നിരിക്കുന്ന ഈ നീക്കങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്തായാലും
സഭ ഏറ്റുപറയുന്ന വിശ്വാസത്തിന് നിരക്കാത്ത പരിശുദ്ധ കുർബാന രീതികളാണ് അവയിൽ പലതും. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇക്യുമെനിസത്തിൻ്റെ പേരിലാണ് പെന്തക്കുസ്ത സഭാവിഭാഗത്തെ അനുകരിച്ചുകൊണ്ട് ജനാഭിമുഖ ബലിയർപ്പണം വന്നിട്ടുള്ളത്. അതിലൂടെ പരിശുദ്ധ കുർബാന സമ്പത്ത് നഷ്ടമായി എന്നാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുക. ഇവയിലൊക്കെയുമുള്ള അഗാധമായ വേദന പ്രകടിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെ? സന്നിഗ്ധതയും ലഘൂകരണവും അനുവദിക്കാനാവാത്ത അതിമഹാദാനമാണ് പരിശുദ്ധ കുർബാന. അസ്വീകാര്യമായ പഠനങ്ങളെക്കുറിച്ചും അനുഷ്ഠാന രീതികളെക്കുറിച്ചുമുള്ള എല്ലാ കാർമേഘങ്ങളും ഫലപ്രദമായി ഇല്ലായ്മ ചെയ്യപ്പെടാനും അങ്ങനെ പരിശുദ്ധ കുർബാന അതിൻ്റെ മുഴുവൻ പ്രഭയോടുകൂടി തുടർന്ന് തിളങ്ങുന്നതിനും ഈ ചാക്രിക ലേഖനം ഇടയാക്കും എന്നാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ വളരെ വ്യക്തമായും ശക്തമായും അദ്ദേഹം പറയുകയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായിട്ടുള്ള കാർമേഘങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തെറ്റായ ആശയങ്ങളും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ തെറ്റായ രീതികളും മാറ്റപ്പെടണം. തുടർന്ന് 1-ാമത്തെ അധ്യായത്തിൽ എന്താകുന്നു പരിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുകയാണ്, എന്തല്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്ന് പലർക്കും പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അന്ത്യത്താഴത്തിലെ സംഭവമാണ്. അല്ല, എല്ലാ വിശ്വാസ രഹസ്യങ്ങളുമാണ്. അത് ബലിയാണ്, ആരാധനയാണ്, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്, വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെ അനുഭവിച്ചറിയുന്ന സ്വർഗീയ വിരുന്നാണ്. അങ്ങനെ പരിശുദ്ധ കുർബാന എന്താണെന്ന് 1-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ച് 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാന സഭയെ പടുത്തുയർത്തുന്നു. എങ്ങനെ? നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണമായിട്ട് വരുന്ന വിരുന്നായിട്ട് കൊണ്ടല്ല, മറിച്ച് നമ്മളെ രക്ഷാകര സംഭവത്തോടും പരിശുദ്ധ തൃത്വത്തോടും ചേർത്തുകൊണ്ടാണ്. അങ്ങനെയാണ് സഭയെ പടുത്തുയർത്തുക. തുടർന്ന് 3-ാമത്തെ അധ്യായത്തിൽ സഭയുടെയും പരിശുദ്ധ കുർബാനയുടെയും അപ്പസ്തോലിക പാരമ്പര്യത്തെക്കുറിച്ച് പറയും. കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ കൈമാറുന്ന അപ്പസ്തോലിക പാരമ്പര്യം, അതായത് കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ കൈമാറുന്നത് പൗരോഹിത്യത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും ഈശോയുടെ കുർബാന സ്ഥാപനത്തോടും കാൽവരിയിലെ ബലിയോടുമുള്ള അവേദ്യമായ ബന്ധത്തെയാണ്. ആ കയ്യൊപ്പ് ശുശ്രൂഷയുടെ അർത്ഥം അതാണ്. ഇവിടെ പ്രത്യേകം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവം രക്ഷാകര സംഭവം പകർന്നു നൽകുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയാണ്. കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ടെങ്കിൽ ആരാധനാക്രമത്തിലെ ഓരോ അടയാളത്തിനും പ്രതീകത്തിനും അത്രയും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. 4-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയിലായിരിക്കുന്ന സഭ പരിശുദ്ധ തൃത്വത്തോട് ചേരുന്ന പ്രവൃത്തിയാണെന്ന് വിശദീകരിക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അത് ലളിതമായിരുന്നു, ആഡംബരമായിരുന്നു. ഇന്ന് ലളിതമാക്കലിന് കൂടുതൽ വ്യഗ്രത കാണാം. ഇവിടെ പരിശുദ്ധ പിതാവ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ലളിതമായിരുന്നു, ആഘോഷമായിരുന്നു, ആഡംബരമായിരുന്നു. ഇത് സുദീർഘമായ സമയമെടുത്തുകൊണ്ടാണ് ആഘോഷമായിട്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അത് 2000 വർഷങ്ങളിലൂടെ വളർന്നു വന്ന വലിയ സമ്പത്താണ്. ആ സമ്പത്ത് തലമുറകളിലേക്ക് പകരാനുള്ളതായ കടമയാണ് ഇന്ന് നമ്മൾക്കുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം പറയുകയാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യകാരുണ്യ സ്ത്രീ, പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ, യൂക്കറിസ്റ്റിക് വുമൺ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ ഉണ്ടായിപ്പോയിട്ടുള്ള കാർമേഘങ്ങളാകുന്ന തെറ്റായ ആശയങ്ങളെയും തെറ്റായ രീതികളെയും തിരുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെ ഈ 3-ാം സഹസ്രാബ്ദത്തിൽ, ഈ ദിവ്യകാരുണ്യ സഹസ്രാബ്ദത്തിൽ പ്രശോഭിപ്പിക്കാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.